അപ്പോ നമ്മള് സോഷ്യൽ സയൻസ് 1 നമ്മൾ മൂന്നാമതായിട്ട് പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മൂന്നാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാമത്തെ ചാപ്റ്ററാണ്. അപ്പൊ ചോദിക്കും മൂന്നാമത്തെ ചാപ്റ്റർ എന്തേ? ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സോഷ്യൽ സയൻസ് 1 നിന്നും നമുക്ക് വരുന്നത് 3 ചാപ്റ്റേഴ്സ് ആണ്. ആ 3 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 4. 1, 2, 4 ആണ്. അതായത് മൂന്നാമത്തെ ചാപ്റ്റർ ഓണം എക്സാമിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. നമുക്ക് 1, 2, 4 ചാപ്റ്ററുകളാണ് സോഷ്യൽ സയൻസ് 1 നിന്നും വരുന്നത്. അപ്പൊ നമുക്ക് ആ 4ാമത്തെ ചാപ്റ്റർ ഏതാണ് നോക്കാം. ചാപ്റ്ററിന്റെ പേര് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്റർ നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏകദേശം നിങ്ങൾക്കൊരു ധാരണയുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് നമ്മൾ വലിച്ചു നേടുന്നില്ല, ഏതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ആ ചോദ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ നമ്മുടെ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എ സ്റ്റെപ്സ് ടുവേർഡ്സ് മേക്കിംഗ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മുടെ ഭരണഘടന ഉണ്ടാകുന്നതിന് കാരണമായ 2 ചവിട്ടുപടികൾ അല്ലെങ്കിൽ ചുവടുവെപ്പുകൾ ഏതെല്ലാമായിരുന്നു എന്നുള്ളതാണ്. 2 കാര്യങ്ങളാണ്. ഒന്നാമത്തത് ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. അതായത് നമ്മളൊരു ഭരണഘടന നിർമ്മാണ സഭ നമ്മൾ രൂപീകരിച്ചു. ദെൻ അതിനോടൊപ്പം തന്നെ ലക്ഷ്യപ്രമേയം, ഒരു ലക്ഷ്യപ്രമേയം. അപ്പോ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലക്ഷ്യപ്രമേയം. അപ്പോ ഈ ഒരു സംഭവം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ചോദ്യം വെച്ചാൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് റെസൊല്യൂഷൻ, ലക്ഷ്യപ്രമേയം എന്നൊരു ചോദ്യത്തെക്കാൾ ഉപരി 1 മാർക്സിന്റെ പല ചോദ്യങ്ങളും ഇതിൽ നിന്നും കയറി വന്നേക്കാം. ഫോർ എക്സാമ്പിൾ, ലക്ഷ്യപ്രമേയം പാസ്സാക്കിയത് ആരാണ് എന്നൊരു ചോദ്യം നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ജവഹർലാൽ നെഹ്റു ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ അതേപോലെ പിന്നെ ഇത് എന്തിന്റെ ഭാഗമായാണ് നമ്മുടെ ഈ പറയുന്ന ലക്ഷ്യപ്രമേയം അല്ലെങ്കിൽ റെസൊല്യൂഷൻ പാസ്സാക്കിയത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ 1 മാർക്സിനുള്ളത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് എന്തായാലും നമ്മൾ എക്സാമിന് വന്നാലും ഇല്ലെങ്കിലും നിങ്ങൾ ഈ ഒരു ഭാഗം നോക്കിയിട്ടുണ്ടാവണം. കാരണം തുടർന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പഠിക്കണമെങ്കിൽ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ഇതിലും 1 മാർക്സിന്റെ ചോദ്യങ്ങൾ വരും. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു 1 മാർക്സിന്റെ ചോദ്യം വരാനുള്ള സാധ്യത ഏതാണ്? ഇപ്പൊ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്ത വർഷം ഏതാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ഷെഡ്യൂളുകൾ ഉണ്ട്, എത്ര ആർട്ടിക്കിൾസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരാം. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് ജാനുവരി 26 ജാനുവരി 26, 1950 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. അതൊരു 1 മാർക്സിന്റെ ചോദ്യമായിട്ട് എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ് ഒരുപാട് കാര്യങ്ങളാണ്. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊരു 5 മാർക്സ് ക്വസ്റ്റിന്റെ ഷുവർ ആയിട്ട് വരാൻ സാധ്യതയുള്ളൂ. ഈ ചാപ്റ്ററിൽ നിന്നും ഷുവർ ആയിട്ട് വരാൻ സാധ്യതയുള്ളൂ. 5 മാർക്കിന്റെ അല്ലെങ്കിൽ 4 മാർക്കിന്റെ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യം വെച്ചാൽ എന്താണ് നമ്മുടെ ഫെഡറലിസം. ഫെഡറലിസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനുകളിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഫെഡറലിസം. അപ്പോൾ വാട്ട് ഈസ് ഫെഡറലിസം എന്ന് വേണമെങ്കിൽ ഒരു ചോദ്യം വരാം. അതുപോലെ ഫെഡറലിസവുമായി ബന്ധപ്പെട്ട് 5 മാർക്കിന്റെ ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസം എന്നുള്ളതാണ്. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഫീച്ചേഴ്സ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ അതേപോലെ തന്നെ ഡിവിഷൻ ഓഫ് പവർ ഇൻ ദ 7th ഷെഡ്യൂൾ, അതായത് അധികാര വിഭജനം 7ാം പട്ടികയിൽ. അപ്പൊ നമ്മള് പല ലിസ്റ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം അല്ലെ. അതായത് ഡയറക്റ്റ് ആയിട്ട് മാത്രമല്ല സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. അധികാരങ്ങളെ, നമ്മുടെ രാജ്യത്തിന്റെ അധികാരങ്ങളെ പല പല ലിസ്റ്റുകളിലാക്കിയിട്ട് ഓരോ ലിസ്റ്റിന്റെയും ഉത്തരവാദിത്വം ഓരോ വിഭാഗങ്ങൾക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട ലിസ്റ്റുകൾ, അതിന്റെ എക്സാമ്പിൾസ്, യൂണിയൻ ലിസ്റ്റ് എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് തിരിച്ചു തന്നിട്ട് ഏതൊക്കെ ലിസ്റ്റിലാണ് പെടുന്നതെന്നൊക്കെ ഉള്ള ഒരു ചോദ്യം ഈ ഒരു പാർട്ടിയിൽ പ്രതീക്ഷിക്കാം. യൂണിയൻ ലിസ്റ്റ് വരുന്നുണ്ട്, അതിന്റെ എക്സാമ്പിൾ. സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്നുണ്ട്, അതിന്റെ എക്സാമ്പിൾ. കൺകറന്റ് ലിസ്റ്റ്, എന്താണ് കൺകറന്റ് ലിസ്റ്റ്, അതിന്റെ എക്സാമ്പിൾസ്. പിന്നെ റെസ്യൂജറി പവർ എന്ന് പറഞ്ഞാൽ അവശേഷിക്കുന്ന അധികാരങ്ങൾ, അതിന്റെ എക്സാമ്പിൾസ്. ഇത്രയും കാര്യങ്ങൾ നോക്കണം. തീർച്ചയായിട്ടും ഒരു മാച്ച് ദ ഫോളോയിങ് പോലെയുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് നമ്മൾ പറയുന്നത് സെപ്പറേഷൻ ഓഫ് പവർ, അല്ലെങ്കിൽ നമ്മൾ ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് എന്നും നമുക്ക് ഇതിനെ പറയാം. കാരണം നമ്മുടെ ഗവൺമെന്റിന് 3 ഓർഗൻസ് ആണ് ഉള്ളത്. ആ 3 ഓർഗൻസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്, ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. അതായത് നിയമനിർമ്മാണമുണ്ട്, കാര്യനിർവഹണമുണ്ട്, നീതിന്യായമുണ്ട്. അപ്പൊ ആ ഒരു ഭാഗം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നോക്കിയിട്ടുണ്ടാവണം. ഇതൊരു സെപ്പറേറ്റ് ആയിട്ടും വരാം,
ഒരു 3 മാർക്കിന്റെ ഒരു ഡയറക്റ്റ് ചോദ്യമായിട്ടും വരാം. അപ്പൊ ആ ഒരു കാര്യം. ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ്. പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ, ഇത് 6 ചുമതലകളായിട്ടാണ് കിടക്കുന്നത്. മിനിമം ഒരു 5 എണ്ണെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കിയിട്ടുണ്ടാവണം. കാരണം ഇത് 5 മാർക്കിന്റെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. പ്രീവിയസ് ക്ലാസ്സുകളിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് 5 മാർക്കിന്റെ ചോദ്യം എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് 8ാം ക്ലാസ്സിൽ ഒരുപാട് തവണ ഓണം എക്സാമിനൊക്കെ വന്നതാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് ഇത്തവണ 9ാം ക്ലാസ്സിന്റെ ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ലോക്സഭ എന്ന് പറയുമ്പോൾ എങ്ങനെ ഒരു ചോദ്യമായിരിക്കും വരിക? ഇപ്പൊ ഫീച്ചേഴ്സ് ഓഫ് ലോക്സഭ എന്ന് വേണം നമ്മൾ പറയാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോ ലോക്സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ലോക്സഭയിൽ എത്ര സീറ്റുകൾ, എത്ര പേരെ നമുക്ക് നോമിനേറ്റ് ചെയ്യാം, അതായത് രാഷ്ട്രപതി എത്ര പേരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ. അതേപോലെ തന്നെ റെപ്രസെന്റേറ്റീവ് ഓഫ് സ്റ്റേറ്റ് അറിയപ്പെടുന്നത് കൗൺസിൽ ഓഫ് റെപ്രസെന്റേറ്റീവ്സ്, അതായത് ജനപ്രതിനിധികളുടെ സഭ എന്നറിയപ്പെടുന്നു. അല്ലെങ്കിൽ ഇതിന്റെ ടോട്ടൽ ഇതൊരു പെർമനന്റ് സഭയാണ്. അങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഇവിടെ നിന്ന് വരാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ രാജ്യസഭ എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ അപ്പർ ഹൗസ് ഓഫ് പാർലമെന്റ്. അപ്പൊ അപ്പർ ഹൗസ് ഓഫ് പാർലമെന്റ് എന്നറിയപ്പെടുന്ന ഏതാണ്? ഇതിൽ വരുന്ന മെമ്പർമാർ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ ഇതിലേക്ക് 12 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത് ആരാണ് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ. അതിൽ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്ന 12 പേര് ഏത് സഭയിലാണ് ഉള്ളത്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ തിരിച്ചും മറിച്ചൊക്കെ എന്ത് ചെയ്യാം. ലോക്സഭയും രാജ്യസഭയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പ്രത്യേകം പറയാൻ കാരണം ഓൾറെഡി നിങ്ങൾ 8ാം ക്ലാസ്സിൽ ഇതിന്റെ പ്രത്യേകത പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു മോർ ലെവലിലുള്ള ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കാണണം. ആ രീതിയിലുള്ള ഒരു വായന രാജ്യസഭയെ കുറിച്ചും ലോകസഭയെ കുറിച്ചും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളൂ ലോകസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്, അതേപോലെ രാജ്യസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്. രണ്ടും അങ്ങനെ മാറിപ്പോവാറുണ്ട്. ലോക്സഭയില് ശരിക്കും സ്പീക്കറാണ്, രാജ്യസഭയില് നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിലും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, അത് പഠിച്ചിരിക്കണം. അപ്പൊ വൈസ് പ്രസിഡന്റ് നമ്മൾ ജഗദീപ് ധൻകർ അങ്ങനെയുള്ള, അപ്പൊ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത്. ഇനി അടുത്തത് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യയിലെ നിയമനിർമ്മാണം. അപ്പൊ ഇന്ത്യയിലെ നിയമനിർമ്മാണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതൊരു പാർലമെന്റ് ആണ്. ഇന്ത്യൻ പാർലമെന്ററി ഡെമോക്രസി ആണ് നമുക്കുള്ളത്. അപ്പൊ ആ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ഇന്ത്യയിൽ നിയമം നിർമ്മിക്കപ്പെടുന്നത് ബില്ലുകൾ പ്രസന്റ് ചെയ്തുകൊണ്ട്. വാട്ട് ഈസ് ബിൽ? ബിൽ ഈസ് ദ ഡ്രാഫ്റ്റ് ഫോം ഓഫ് ലോ. നിയമത്തിന്റെ കരട് രേഖയാണ് ബില്ല് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ബില്ല് എന്നൊരു ചോദ്യം വരാം. ഞാനിപ്പോ കാര്യം പറയട്ടെ, വാട്ട് ഈസ് ബില്ല് എന്നൊരു ചോദ്യം വരും. അതിനേക്കാൾ കൂടുതൽ ഒരു ബില്ല് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ഏത് ബില്ലാണ്? മണി ബിൽ വരാം. യെസ്, വെരി ഗുഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്സ് ഓഫ് ബിൽ. അപ്പൊ അതില് മണി ബില്ല് ഒന്ന് പ്രത്യേകം നോക്കിക്കോണം. അതേപോലെ തന്നെ ഗവൺമെന്റ് ബില്ല്. എനിക്ക് തോന്നുന്നു മിനിസ്റ്റർ അവതരിപ്പിക്കുന്ന, പാർലമെന്റിൽ മിനിസ്റ്റർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെന്റ് ബില്ല് എന്ന് പറയുന്നത്. എന്നാൽ മറ്റുള്ളവർ അവതരിപ്പിക്കുന്നതാണെങ്കിൽ അതിനെ സ്വകാര്യ ബില്ല് അഥവാ പ്രൈവറ്റ് ബില്ല് എന്ന് അറിയപ്പെടും. അപ്പൊ ഇത് 3ഉം ചോദിക്കാം. അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ബിൽ. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ബിൽ? മണി ബില്ലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മണി ബില്ല് ഏത് സഭയിലും, ഇപ്പോ നമുക്കറിയാം രാജ്യസഭയുണ്ട്, ലോക്സഭയുണ്ട്. അതിൽ ലോക്സഭയിൽ മാത്രം നമുക്ക് മണി ബില്ല് ആദ്യം അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അത് മണി ബില്ലിന്റെ ആ ഒരു പ്രത്യേകത നോട്ട് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, ഇനി അടുത്തത് ബില്ല് പ്രസന്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. ബില്ല് ഇരുസഭകളിലാണെങ്കിലും, ഏത് ഇപ്പോ മണി ബില്ല് ഒഴികെ മറ്റേതൊരു ബില്ലും ലോക്സഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കാം. അപ്പൊ ആദ്യം അത് ഫസ്റ്റ് അവർ റീഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു റീഡിംഗ് ഉണ്ട്. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾസ് എല്ലാം വിശകലനം ചെയ്തിട്ടായിരിക്കും സെക്കൻഡ് റീഡിംഗ്. അതിൽ അവർ ഏകദേശം അറിയും ഇത് റിജക്ട് ചെയ്യണോ അപ്രൂവ് ചെയ്യണോ എന്നുള്ളൊരു ഇതിലെത്തും. തേർഡ് റീഡിംഗ് ഡിബേറ്റ് സെക്ഷൻ ആണ് ശരിക്കും. തേർഡ് സ്റ്റേജ് ആവുമ്പോൾ അല്ലെങ്കിൽ തേർഡ് റീഡിംഗിൽ ഇവർ വേണമെങ്കിൽ അവർക്ക് റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഉപാധികളോട് കൂടി വേണമെങ്കിൽ ആക്സെപ്റ്റും ചെയ്യാം. അപ്പൊ അതാണ് ആ ഒരു 3 റീഡിംഗ് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. വേണമെങ്കിൽ അതൊരു 4 മാർക്ക് അല്ലെങ്കിൽ ഒരു വലിയൊരു ചോദ്യമായിട്ട് വേണമെങ്കിൽ വരാനായിട്ട് സാധിക്കും. ഇത് ചെറിയ ചോദ്യമായിട്ട് ഇത് വരില്ല ഒരിക്കലും. കാരണം ഫസ്റ്റ് റീഡ് എന്താണ്, സെക്കൻഡ് റീഡ് എന്താണ്, അങ്ങനെയുള്ള ഒരു ചോദ്യം അത് വരില്ല. വരികയാണെങ്കിൽ ഇത് വലിയൊരു ചോദ്യമായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അതൊന്നും നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. ഇനി അടുത്ത ഒരു സംഭവമാണ്, അല്ലെങ്കിൽ വലിയൊരു ചോദ്യമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു വലിയൊരു ചോദ്യമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് അഥവാ ഭരണഘടനാ ഭേദഗതി. അപ്പൊ ഭേദഗതിയുടെ പ്രത്യേകതകൾ, ഭേദഗതി എന്താണ് എന്നതിനേക്കാൾ ഉപരി ടൈപ്സ് ഓഫ് അമെൻമെന്റ് ആണ്, അല്ലെങ്കിൽ മോഡ്സ് ഓഫ് അമെൻമെന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇതിന്റെ എക്സാമ്പിൾസ് തന്നെയാണ്. ഇപ്പോൾ ഫ്ലെക്സിബിൾ അമെൻമെന്റ്, നമുക്ക് ഭരണഘടനയിൽ എളുപ്പത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്നതാണ് ഫ്ലെക്സിബിൾ അമെൻമെന്റ് എന്ന് പറയുന്നത്. റിജിഡ് അമെൻമെന്റ് ആണെങ്കിൽ കുറച്ച് ഉപാധികളോടുകൂടി നമുക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. മോർ റിജിഡ് അമെൻമെന്റ് ആണെങ്കിൽ അതിന് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്.
അവിടെ ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തിന് പുറമെ ഇന്ത്യയിലെ ടോട്ടൽ സ്റ്റേറ്റുകളിൽ മെജോറിറ്റി അംഗീകരിക്കുന്ന ഒരു ക്ലോസ് ആണെങ്കിൽ മാത്രമേ അവിടെ ആ ഒരു അമെന്റ്മെന്റ് സാധ്യമാവുകയുള്ളൂ. അപ്പൊ അത്രയും മോർ റിജിഡ് അമെന്റ്മെന്റുകൾ ഉണ്ട്. അതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നോക്കിയിരിക്കണം. ഇത് നന്നായിട്ടൊന്ന് വായിച്ചിരിക്കണം. എസ്സേ മെറ്റീരിയൽ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഇനി അടുത്തതായിട്ട് വരികയാണെങ്കിൽ എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണ വിഭാഗം. അപ്പൊ എക്സിക്യൂട്ടീവ് ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എക്സിക്യൂട്ടീവ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. എക്സിക്യൂട്ടീവ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഗവൺമെന്റ് വിച്ച് റെസ്പോൺസിബിൾ ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഒരു രാജ്യത്തെ ഭരണം നടപ്പിലാക്കുന്നവരെയാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുക. അപ്പൊ എക്സിക്യൂട്ടീവില് പ്രസിഡന്റ് വരും, വൈസ് പ്രസിഡന്റ് വരും, പ്രൈം മിനിസ്റ്റർ വരും, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വരും, ഇങ്ങനെയുള്ളവരെ നമ്മളൊരു പേര് പറയും. യെസ്, അവിടെയാണ് ആ ഒരു ചോദ്യം വരുന്നത്. ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവ്, വിവിധ തരം കാര്യനിർവഹണ വിഭാഗം. നിങ്ങളൊരു ഫ്ലോ ചാർട്ട് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. ഇതേപോലെ തന്നെ വേണമെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ട് പല ഭാഗങ്ങളും മായ്ച്ചതിന് ശേഷം അത് ഫിൽ ചെയ്യാൻ പറയാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഹെഡിങ് മാത്രം തന്നിട്ട് ഫ്ലോ ചാർട്ട് മുഴുവനായി പൂരിപ്പിക്കുക എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഇതിന് സെപ്പറേറ്റ് വേണമെങ്കിൽ ഒരു ചോദ്യം, എന്താണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, എന്താണ് പെർമനന്റ് എക്സിക്യൂട്ടീവ്. അപ്പൊ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആരൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്? രാഷ്ട്രീയക്കാര് തന്നെ. 5 വർഷ കാലയളവിൽ നമ്മളെ ഭരിച്ചു പോകുന്ന ആളുകളാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. എന്നാൽ പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറയില്ലേ, ഗവൺമെന്റ് PSC എക്സാം ഒക്കെ എഴുതി ജോലിയിൽ കയറി അവര് നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്നുണ്ട്, അവരാണ് പെർമനന്റ് എക്സിക്യൂട്ടീവ്. ഇനി അതേപോലെ തന്നെ ഇതിൽ വരുന്ന ഒരു സംഭവമാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അതായത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിലാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അപ്പൊ കൗൺസിൽ ഓഫ് മിനിസ്റ്ററിന്റെ കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് നോക്കണം. അതിൽ തന്നെ നമ്മുടെ പാർലമെന്റിന്റെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു തലവൻ എന്ന രീതിയിൽ നമ്മുടെ ഫങ്ഷൻസ് ഓഫ് പ്രൈം മിനിസ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്, ഫങ്ഷൻസ് ഓഫ് പ്രസിഡന്റും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ രണ്ടും നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. ഒരല്പം മുൻതൂക്കം എനിക്ക് തോന്നുന്നത് ഫങ്ഷൻസ് ഓഫ് പ്രസിഡന്റ് ആയിരിക്കും. ഇപ്പൊ പ്രസിഡന്റ്, കാരണം നിങ്ങൾക്ക് അറിയാം പ്രസിഡന്റിന്റെ ചുമതലകളൊക്കെയാണ്, അതാണ് ഈ റിയൽ പവർ എന്ന് പറയുന്നത്. പക്ഷെ അത് പ്രസിഡന്റിന്റെ നാമമാത്രമായ പവറുകളാണെങ്കിൽ പോലും അതാണ് റിയൽ പവറുകൾ. അതുകൊണ്ട് തന്നെ പ്രസിഡന്റിന്റെ പവർ അല്ലെങ്കിൽ ഫംഗ്ഷൻ ആയിരിക്കും എക്സാമിന് കൂടുതലായിട്ടും സാധ്യത വരുന്നത്. അതോടൊപ്പം ഇത് വിട്ടുപോകരുത്, ഫങ്ഷൻസ് ഓഫ് പ്രൈം മിനിസ്റ്റർ. 5 മാർക്കിന്റെ ചോദ്യം കേട്ടോ. ഫങ്ഷൻസ് ഓഫ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാലും ഫങ്ഷൻസ് ഓഫ് പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാലും 5 മാർക്കിന്റെ അല്ലെങ്കിൽ വലിയൊരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഫങ്ഷൻസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അതായത് മന്ത്രിസഭയ്ക്ക് കുറച്ച് ചുമതലകളുണ്ട്. നിങ്ങൾ ഒരു 4 ചുമതലകളെങ്കിലും മിനിമം പഠിച്ചിട്ടുണ്ടാവണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫങ്ഷൻസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, മന്ത്രിസഭയുടെ ക്യാബിനറ്റ് മന്ത്രിസഭയുടെ ചുമതലകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരികയാണെങ്കിൽ ദ ലാസ്റ്റ് വൺ ആണ് ജുഡീഷ്യറി. ഈ ഒരു പിരമിഡ് ഹൈറാർക്കി നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, അത് നോട്ട് ചെയ്താൽ തന്നെ നമുക്ക് അതിൽ അറിയാൻ പറ്റും ടോപ്പ് ഏത് നീതിന്യായമാണ്, അല്ലെങ്കിൽ ടോപ്പിൽ നിൽക്കുന്ന ഏത് കോടതിയാണ്, അതിനുശേഷം ഏതാണ്, അങ്ങനെയുള്ളത്. അതുപോലെ തന്നെയാണ് അവർ കൈകാര്യം ചെയ്യുന്ന കേസുകളും. ഇപ്പോൾ കോടതിയെ കുറിച്ച് പറയുമ്പോൾ ഏത് കോടതിയെ കുറിച്ചായിരിക്കും എക്സാമിന് വരാൻ സാധ്യത? കൂടുതലും വരാൻ സുപ്രീം കോടതി, അതേപോലെ തന്നെ ഹൈക്കോടതി ആയിരിക്കും. അപ്പോൾ സുപ്രീം കോടതി നോക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയുടെ പ്രത്യേകത നോക്കണം. സുപ്രീം കോടതി ഇന്ത്യയിൽ നിലവിൽ വന്നത് 1950-ലാണ് അല്ലെ. അപ്പൊ അതേപോലെ തന്നെ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന സുപ്രീം കോടതി ജഡ്ജിയുടെ പ്രത്യേകത എന്തെല്ലാമാണ്, സുപ്രീം കോടതി ജഡ്ജി ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള നമ്മൾ പ്രസിഡന്റിന്റെ ഫംഗ്ഷൻസിൽ നമ്മൾ പഠിക്കും. പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. എന്നാലും ഇപ്പോ പ്രൈം മിനിസ്റ്ററിന്റെ ഫംഗ്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾക്ക് മാറിപ്പോവാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണിത്. അപ്പൊ അതുകൊണ്ട് നല്ല വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ ഈ ഒരു വർഷം പുതുതായിട്ട് വരുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ വർഷം നിങ്ങൾ ജൂറിസ്ഡിക്ഷൻ പഠിച്ചത്. പക്ഷെ ഈ ഒരു വർഷം ജൂറിസ്ഡിക്ഷൻ അല്ല എക്സാമിന്, ഇതൊരു പുതിയൊരു ടോപ്പിക് ആയതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ നോക്കിയാണ് പവർ ഓഫ് സുപ്രീം കോടതി, അതായത് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്തെല്ലാമാണ് അല്ലെ. അപ്പൊ ആ ഇതൊരു 5 കാര്യങ്ങളാണ് എക്സാമിന് കിടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതും ഒരു 5 മാർക്കിനുള്ള ചോദ്യമായിട്ട് വരാം. നിങ്ങൾ ഈ ഒരു ഹെഡിങ്ങിന് നല്ലൊരു പ്രയോറിറ്റി കൊടുക്കണം. കാരണം ഈ ഒരു ഹെഡിങ് നിങ്ങൾ എഴുതിയാൽ തന്നെ അത് കറക്റ്റ് ആണെങ്കിൽ തന്നെ നമുക്കതൊരു പകുതി മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 4ാമത്തെ ചാപ്റ്റർ നമുക്ക് പ്രധാനമായിട്ടും എക്സാമിന് വരുന്നത്. നമ്മള് ഹിസ്റ്ററി ഭാഗത്ത്, അതായത് സോഷ്യൽ സയൻസ് 1 എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നും നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ 1ാമത്തെ ചാപ്റ്റർ പറഞ്ഞു, 2ാമത്തെ ചാപ്റ്റർ പറഞ്ഞു, 3ാമത്തെ ചാപ്റ്റർ നമ്മൾ പറഞ്ഞില്ല, നമ്മൾ 4ാമത്തെ ചാപ്റ്റർ ആണ് പറഞ്ഞത്. കാരണം 3ാമത്തെ ചാപ്റ്റർ എക്സാമിന് ഇല്ല. അപ്പൊ ഇത്രയാണ് നമ്മുടെ സോഷ്യൽ സയൻസ് 1. ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ സോഷ്യൽ സയൻസ് 2-ലെ പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം.